ഗുരു ശ്രീയുതാപദകമലം ശ്രീഗുരു വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ हे कृष्ण करुणा सिंधो दीनबंधो जगत्पते गोपेश गोपिका कांत राधा कांत नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छा कल्पतरुभ्यश्च कृपा सिंधुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും പുതിയ ഭഗവത്ഗീത പാരായണ സത്സംഗത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നു മുതൽ ഭഗവത്ഗീത യഥാരൂപം ആദ്യം മുതൽ വീണ്ടും പാരായണം ചെയ്ത് ചർച്ച ചെയ്യാൻ ആരംഭിക്കുകയാണ്. ഇന്ന് വളരെ നല്ല ദിവസമാണ്. ഇന്ന് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ തിരുവവതാര ദിവസമാണ്. ഭഗവാൻ പറയുന്നുണ്ട്, യുഗന്തോറും ഭഗവാൻ ധർമ്മം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയിൽ അവതരിക്കും എന്ന് പറയുന്നു. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ച സമയത്ത് നമ്മൾക്ക് തന്നിട്ടുള്ള ധർമ്മ ഉപദേശമാണ് ഭഗവത്ഗീത. ഭഗവത്ഗീത ആരംഭിക്കുന്ന വാക്കു തന്നെ ധർമ്മം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ധർമ്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ് ഭഗവത്ഗീത. നമ്മൾക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു നിധിയാണ്. ഭഗവത്ഗീത ജീവിതത്തിൽ പഠിക്കാൻ സാധിക്കുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്, വലിയ സൗഭാഗ്യമാണ്. മനുഷ്യ ജീവിതത്തിൽ നമുക്ക് ഈ ഒരു അവസരം കിട്ടിയിട്ടുള്ളത്. മാത്രമല്ല, നമ്മൾ പഠിക്കുന്നത് ഭഗവത്ഗീത കൃത്യമായിട്ടുള്ള ഗുരു പരമ്പരയിലൂടെയാണ്. നമ്മളിവിടെ വായിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത് ഭഗവത്ഗീത യഥാരൂപം എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥമാണ്. ഈ ഭഗവത്ഗീത യഥാരൂപം രചിച്ചിട്ടുള്ളത് ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണ കൃപാമൂർത്തി AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദരാണ്. ഈ ഭഗവത്ഗീത ലോകത്തിൽ ഏറ്റവും പ്രചാരമുള്ള ഭഗവത്ഗീതയുടെ പതിപ്പാണ്. 100ലധികം യൂണിവേഴ്സിറ്റികളിൽ ഈ ഭഗവത്ഗീത പാഠ്യവിഷയമായിട്ട് പുറം രാജ്യത്ത് പാശ്ചാത്യ ലോകത്ത് പഠിപ്പിക്കുന്നുണ്ട്. 87ലധികം ഭാഷകളിൽ ഈ ഭഗവത്ഗീത പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലോകത്തിലെ ഏറ്റവും പ്രചാരമുള്ള ഭഗവത്ഗീതയുടെ പതിപ്പാണ് നമ്മൾ വായിക്കുകയും ചർച്ച ചെയ്യുന്നത്. ഈ ഭഗവത്ഗീതയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഭഗവാൻ പറയുന്നത് പോലെ തന്നെ ഗുരു പരമ്പരയിലൂടെ വന്നിട്ടുള്ള ഭഗവത്ഗീതയാണ്. അതുകൊണ്ടാണ് ഈ ഭഗവത്ഗീതയ്ക്ക് യഥാരൂപം എന്ന് പറയുന്നത്. യാതൊരു മാറ്റവുമില്ലാതെ ഏവം പരമ്പരാപ്രാപ്തം, ഗുരു പരമ്പരയിലൂടെയാണ് നമ്മൾക്ക് ഈ ജ്ഞാനം ലഭിക്കുന്നത്. ഗുരു പരമ്പരയുടെ സഹായമില്ലാതെ നമ്മൾക്ക് ഭഗവത്ഗീതയെ യഥാർത്ഥ രീതിയിൽ, ഭഗവാൻ ഉദ്ദേശിച്ച രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്ന് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിലെ 4ാമത്തെ അധ്യായത്തിൽ 2ാമത്തെ ശ്ലോകത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിദു. അപ്പോൾ വ്യാസദേവന്റെ ആ ഗുരുപരമ്പരയിലൂടെ ആണ് നമ്മൾ പഠിക്കുന്നത് ഭഗവത്ഗീത. ഇന്ന് നമ്മൾക്ക്, എനിക്ക് തോന്നുന്നു, ഭഗവത്ഗീത മഹാത്മ്യം, ഈ ഭഗവത്ഗീത പഠിക്കുന്നതിന്റെ പ്രയോജനം എന്താണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നു. ഏതായാലും എല്ലാ ഭക്തന്മാരും ഭഗവത്ഗീത കേൾക്കുന്നതിന് വേണ്ടി തയ്യാറായി വന്നു ചേർന്നിട്ടുണ്ട്. പുതിയ ഭക്തന്മാർക്ക്
പ്രത്യേകം ഭക്തന്മാരെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വളരെ വിശദമായിട്ടാണ് ഇവിടെ ഭഗവത്ഗീത ചർച്ച ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിൽ എല്ലാവർക്കും പങ്കെടുക്കാം. ക്ലാസിന്റെ അവസാനം എല്ലാവർക്കും സംശയങ്ങളൊക്കെ ചോദിക്കാം. അങ്ങനെ നമുക്ക് പുതിയ പുതിയ അറിവുകളൊക്കെ നേടാൻ സാധിക്കും. ചിലപ്പോൾ നേരത്തെ തന്നെ ഭഗവത്ഗീത പഠിച്ചിട്ടുള്ള ഭക്തന്മാരും ഉണ്ടായിരിക്കും. അവർക്കും മറ്റുള്ളവർക്ക് അവരുടെ അറിവ് പകർന്നു കൊടുക്കാം. അത് ക്ലാസിന്റെ ശേഷം അവസാനമുള്ള സമയത്തെ ഡിസ്കഷനിൽ നമ്മൾക്ക് അതിനുള്ള അവസരം ഉണ്ടാകും. ഈ ഭഗവത്ഗീത യഥാരൂപം കയ്യിലുള്ളവർക്ക് നോക്കാൻ സാധിക്കും. ഈ ഭഗവത്ഗീതയുടെ അവതാരികയുടെ അവസാനത്തെ ഭാഗത്ത്, ആദ്യ ഭാഗത്ത് അവതാരിക കാണാൻ സാധിക്കും. അധ്യായങ്ങൾ തുടങ്ങുന്നതിന്റെ മുന്നേ അവതാരിക, അതിൽ ധ്യാനശ്ലോകമുണ്ട്. ധ്യാനശ്ലോകമാണ് നമ്മളിപ്പോൾ ചൊല്ലിയിട്ടുള്ളത്. ആ അവതാരികയുടെ തന്നെ അവസാന ഭാഗത്ത് എന്റെ പുസ്തകത്തിൽ 41, 42 പേജുകളിലായിട്ട് ഗീതാമഹാത്മ്യം കൊടുത്തിട്ടുണ്ട്. ഗീതാമഹാത്മ്യം മുഴുവനില്ല. ഗീതാമഹാത്മ്യം മുഴുവനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പത്മപുരാണത്തിലാണ്. വിശദമായിട്ട് ഭഗവത്ഗീതയുടെ മഹാത്മ്യം, ഭഗവത്ഗീത പഠിക്കുന്നതിന്റെ മഹാത്മ്യം വിശദമായിട്ട് പത്മപുരാണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഓരോ അധ്യായത്തിനും മഹാത്മ്യം പറയുന്നുണ്ട്. ഓരോ അധ്യായം പഠിക്കുന്നതിനും മഹാത്മ്യം അവിടെ പറയുന്നുണ്ട്. ഓരോ അധ്യായവും ഭഗവാന്റെ ശരീരത്തിലെ ഓരോ അവയവമായിട്ട് അവിടെ വർണ്ണിക്കുന്നുണ്ട്. അതിൽ നിന്നും ശ്രീല ശങ്കരാചാര്യർ എപ്പോഴും എടുത്തു പറയുന്ന 7 ശ്ലോകങ്ങളാണ് ഇവിടെ ശ്രീല പ്രഭുപാദര് ഈ അവതാരികയുടെ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. പുസ്തകമുള്ളവർക്ക് നോക്കാൻ സാധിക്കും. 41-ാമത്തെ പേജിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഭഗവത്ഗീതയുടെ പ്രാധാന്യം. ഗീതാശാസ്ത്രമിദം പുണ്യം യഃ പഠേത് പ്രയതഃ പുമാൻ വിഷ്ണുപദം അവാപ്നോതി ഭയശോകാദിവർജിതഃ. ആ ശ്ലോകം മുറിച്ചാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഒരുമിച്ചാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഗീതാശാസ്ത്രമിദം പുണ്യം യഃ പഠേത് പ്രയതഃ പുമാൻ വിഷ്ണുപദം അവാപ്നോതി ഭയശോകാദി വർജിത എന്ന് പറയും. ഭഗവത്ഗീത ഒരു ശാസ്ത്രമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഗീതാശാസ്ത്രം എന്നാണ് പറയുന്നത്, അല്ലെ? എന്താണ് ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? എന്താണ് ശാസ്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തെളിയിക്കപ്പെട്ടത്, തെളിയിക്കപ്പെട്ട സത്യം, അല്ലെ? തെളിയിക്കപ്പെട്ടിട്ടുള്ള സത്യമാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അതാണ് ശാസ്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഭഗവത്ഗീത അനേകം തലമുറകളായിട്ട് അത് പരിശീലിച്ച് പ്രയോഗിച്ച് ജീവിതത്തിൽ പ്രയോഗിച്ച് ഇത് സത്യമാണ്, ഇതിൽ പറയുന്നതെല്ലാം സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളതും ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാത്തതുമാണ്. അനേകം തലമുറകളായിട്ട് കോടിക്കണക്കിന് വ്യക്തികൾ, ഉന്നത ബുദ്ധിയുള്ള വ്യക്തികൾ ഇത് പഠിച്ച് അത് ജീവിതത്തിൽ പ്രയോഗിച്ച് അതിന്റെ സത്യം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയെ ശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഗീതാശാസ്ത്രം ഇതം പുണ്യം എന്ന് പറയും. പുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പവിത്രീകരിക്കുന്നത് എന്നാണ്. പവിത്രീകരിക്കാൻ കഴിവുള്ള ശക്തിയുള്ളതിനെയാണ് പുണ്യം എന്ന് പറയുന്നത്. ശുദ്ധീകരിക്കുന്നതാണ്. നമ്മൾ പുണ്യാഹം എന്നൊക്കെ പറയാറുണ്ട്. വീട്ടിൽ പുണ്യാഹം ചെയ്തു, അല്ലെങ്കിൽ അമ്പലത്തിൽ പുണ്യാഹം ചെയ്തു എന്ന് പറയും. എന്തിനാണ് പുണ്യാഹം ചെയ്യുന്നത്? ശുദ്ധീകരിക്കുന്നതിനാണ്, അല്ലെ? ശുദ്ധീകരിക്കുന്നതിനാണ് നമ്മൾ പുണ്യാഹം ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ജീവിതത്തിൽ തന്നെ ശുദ്ധീകരിക്കാൻ കഴിവുള്ളതാണ് ഈ ഭഗവത്ഗീതാ ശാസ്ത്രം. അതുകൊണ്ടാണ് ഇതിനെ പുണ്യം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഗീതാശാസ്ത്രം ഇതം പുണ്യം. പിന്നെ ഈ ഭഗവത്ഗീത എന്തിനുള്ളതാണ് എന്ന് പറയുന്നു. ഭഗവത്ഗീത എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? യഃ പഠേത്. ആരാണോ ഇത് പഠിക്കുന്നത്, ഭഗവത്ഗീത എന്തിനുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവത്ഗീത പഠിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ ഭഗവത്ഗീത വായിക്കാനുള്ളതാണ്. അല്ലെ, പലപ്പോഴും നമ്മളത് പഠിക്കാതെ പൂജാമുറിയിൽ അങ്ങനെ അനക്കാതെ വെച്ചോ, അല്ലെങ്കിൽ ഷോക്കേസിൽ വെച്ചോ ഒക്കെ ഇരിക്കും, അല്ലെ? നമ്മൾ എപ്പോഴാണ് അത് എടുക്കുന്നത്? വിഷുവിന്റെ സമയത്ത്, കണി കാണുന്ന സമയത്തൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഭഗവത്ഗീത കണി കാണുന്നതിന് വേണ്ടി മാത്രമുള്ളതല്ല, അല്ലെങ്കിൽ പൂജാമുറിയിൽ വെക്കുന്നതിന് വേണ്ടി, പട്ടിൽ പൊതിഞ്ഞ് വെക്കുന്നതിന് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ ഷോക്കേസിൽ വെക്കുന്നതിന് വേണ്ടി മാത്രമല്ല. ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. യ പഠേ പ്രയതഃ പുമാൻ.
എന്ത് സംഭവിക്കും? വിഷ്ണുപദം അവാപ്നോതി. ആ ശ്ലോകം ഇവിടെ അതിന്റെ വരി അവിടെ കൊടുത്തിട്ടില്ല. പക്ഷെ യഥാർത്ഥ ആ ശ്ലോകത്തിൽ എന്തുണ്ട്? വിഷ്ണുപദം അവാപ്നോതി. ദിവസവും ഭഗവത്ഗീത പഠിക്കുന്ന വ്യക്തിക്ക് എന്ത് സംഭവിക്കും? ആ വ്യക്തി ശരീരം വെടിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുമെന്നാണ് പറയുന്നത്. വൈകുണ്ഠ ലോകത്തിലേക്ക്, വിഷ്ണുപദത്തിലേക്ക് തിരിച്ചു പോകും. വിഷ്ണുപദം അവാപ്നോതി. മറ്റെന്താണ് സംഭവിക്കുന്നത്? ഭയശോകാദി വർജിതാണ് എന്ന് പറയും. ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഭയവും ശോകവും ഇല്ലാതാകും എന്ന് പറയും. അപ്പൊ ഇത് മരിച്ചതിന് ശേഷമല്ല. മരിച്ചതിന് ശേഷമുള്ളതിൽ ചിലപ്പോൾ എല്ലാവർക്കും വിശ്വാസം ഉണ്ടായി എന്ന് വരില്ല. പലരും ചോദിക്കും അതെങ്ങനെയാണ് നമ്മൾക്ക് അറിയുന്നത്? പക്ഷെ ഈ ജീവിതത്തിൽ തന്നെ വലിയ പ്രയോജനമുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് പ്രയോജനം? നമ്മൾക്ക് വേണ്ടാത്ത രണ്ട് കാര്യങ്ങള് ഇല്ലാതാകും. നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഭയവും ശോകവും. ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഉത്കണ്ഠ, ടെൻഷൻ, വലിയ ടെൻഷൻ ആണ് എല്ലാവർക്കും, അല്ലെ? അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പരക്കം പായുന്നത്. ഓരോ ദിവസവും വലിയ മരണഭയമല്ലയോ? ആണോ? എല്ലാ തരത്തിലുള്ള ഭയവും, പലതരത്തിലുള്ള ഭയങ്ങളുണ്ട്, അല്ലെ? എന്റെ ജോലി നഷ്ടപ്പെടുമോ? എന്റെ മക്കളുടെ അവസ്ഥ എന്താകും? എന്റെ വീടിന്റെ പണി കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് തരത്തിലുള്ള ഭയമുണ്ട്. അതിനെണ്ണമില്ല, ഒരുപാട് തരത്തിലുള്ള ഭയമുണ്ട്. ആ ഭയമെല്ലാം ഒരു തരത്തിലുള്ള ഭയം മാത്രമല്ല, എല്ലാ തരത്തിലുള്ള ഭയത്തിനും സൊല്യൂഷൻ, അതിന് പരിഹാരം എവിടെയുണ്ട്? ഈ ഭഗവത്ഗീതയിലുണ്ട്. അതുകൊണ്ട് ദിവസവും ഭഗവത്ഗീത നമ്മൾ ശ്രവിക്കുകയാണെങ്കിൽ, ദിവസവും നമ്മൾ ഭഗവത്ഗീത പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ഭയം സ്വാഭാവികമായിട്ടും ഇല്ലാതാകും. കാരണം എന്താണ്? ഭയം ഇല്ലാതാക്കാനുള്ള ഉപദേശങ്ങളാണ് ഭഗവാൻ നൽകുന്നത്. തത്വം ശോചിതുമർഹസി എന്ന് ഭഗവാൻ പറയുന്നുണ്ട് രണ്ടാമത്തെ അധ്യായത്തിൽ തന്നെ. ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് കാര്യകാരണ സഹിതം വിശദീകരിച്ച് ഭഗവാൻ നമ്മളെ ബോധ്യപ്പെടുത്തും. അപ്പൊ നമ്മൾക്ക് മനസ്സിലാകും അങ്ങനെ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെ? ഭഗവാൻ നമ്മളെ കഷ്ടത്തിലാക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല യഥാർത്ഥത്തിൽ നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ ഭയമില്ലാതാവും, ഭയവും ഇല്ലാതാവും. ശോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദുഃഖം, കിട്ടാത്തതിനെ കുറിച്ചുള്ള ദുഃഖം, കിട്ടിയത് പോരാ എന്ന് പറഞ്ഞിട്ടുള്ള ദുഃഖം. ഇതാണ് രണ്ട് ദുഃഖങ്ങൾ. എനിക്കത് കിട്ടിയിട്ടില്ല, കിട്ടിയത് ശരിയായിട്ടില്ല, കിട്ടിയതിൽ സംതൃപ്തിയില്ല. ഇതാണ് നമ്മുടെ ദുഃഖത്തിന്റെ കാരണം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും, രണ്ട് ദോഷങ്ങളും ഇല്ലാതെയാണ്. ഇത് അടുത്ത ജന്മത്തിലെ കാര്യമല്ല പറയുന്നത്. നമ്മൾക്ക് ഈ സമയത്ത് തന്നെ ആരാണോ ഭഗവത്ഗീത പഠിക്കുന്നത് അവർക്കത് പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെടും. അവരുടെ വലിയ വലിയ വിഘടനങ്ങളൊക്കെ മാറും. അതുകൊണ്ട് അവർ ഭഗവത്ഗീത കൂടെ കൊണ്ടു നടക്കും, അല്ലെ? ഭയമില്ലാതാകുന്നതിന് വേണ്ടി. നമ്മളിപ്പോൾ അടുത്തിടെ വായിച്ചു സുനിത വില്യംസ്, അല്ലെ? സുനിത വില്യംസ് ബഹിരാകാശ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് അവരുടെ കയ്യിൽ ഭഗവത്ഗീത ഉണ്ടായിരുന്നു. അവരത് മാധ്യമങ്ങളിലൊക്കെ കാണിച്ചു, അല്ലെ? അതിന്റെ അർത്ഥം എന്താണ്? അവരവിടെ ബഹിരാകാശത്ത് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അവർക്ക് ആ മനസ്സിന് വേറെ വിഭ്രമങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, അത് വേറൊരു ലോകമാണ്, അല്ലെ? വേറൊരു അവസ്ഥയാണ്. 16-17 പ്രാവശ്യം സൂര്യ ഉദയമൊക്കെ കാണും. അത് വളരെ വേഗത്തിൽ അവരുടെ ആ ബഹിരാകാശ പേടകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ആ മനസ്സിന് സ്ഥിരത കിട്ടാൻ വേണ്ടി അവർ ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പ്രാക്ടിക്കലായിട്ട് അറിയാം ഭയശോകാതിവർജിത, ഇതിന് ഭയമില്ലാതാക്കാനുള്ള ശക്തിയുണ്ട്, കഴിവുണ്ട് എന്ന് അവർക്ക് പ്രാക്ടിക്കലായിട്ട് അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ ഭഗവത്ഗീത കയ്യില് കൊണ്ട് നടക്കുന്നത്. നമ്മൾക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ അറിയാം. പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉന്നതരായിട്ടുള്ള വ്യക്തികൾ ഭഗവത്ഗീത കൊണ്ട് നടക്കുന്ന വ്യക്തികളുണ്ട്. അത് അവരുടെ ആ പ്രഷർ, ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ടെൻഷനെ ഇല്ലാതാക്കാൻ വളരെയധികം സഹായിക്കുന്നത് കൊണ്ടാണ് അവരതെപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വലിയൊരു വാഗ്ദാനം ഭഗവത്ഗീത നമ്മൾക്ക് നൽകുന്നുണ്ട്. ആരാണോ ഭഗവത്ഗീത ദിവസവും പഠിക്കുന്നത് അവരുടെ ഭയം ഇല്ലാതാക്കും എന്നുള്ള ഒരു വാഗ്ദാനം, അങ്ങനെ ഒരു ഗ്യാരണ്ടി ഭഗവത്ഗീത നമ്മൾക്ക് നൽകുന്നുണ്ട്. ഇങ്ങനെ ഒരു ഗ്യാരണ്ടി മറ്റൊരു ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല, അല്ലെ? മറ്റൊരു വിഷയം പഠിപ്പിക്കുന്ന ആൾക്കും പറയാൻ സാധിക്കില്ല ഈ ഒരു വിഷയം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭയം ഇല്ലാതാകും, ഈ ഒരു വിഷയം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ദുഃഖം ഇല്ലാതാകും എന്ന് ആർക്കും ഒരു ഗ്യാരണ്ടിയും പറയാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ പഠിക്കുന്നുണ്ട്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്.
പക്ഷെ അതുകൊണ്ട് നമ്മുടെ ദുഃഖം ഇല്ലാതാകും എന്നൊരു ഗ്യാരണ്ടിയും ആർക്കും നൽകാൻ സാധിക്കില്ല. പക്ഷേ ഭഗവത്ഗീത അത് നൽകുന്നുണ്ട്. ഗീതാശാസ്ത്രം ഇതം പുണ്യം യ പഠേത് പ്രയതപുമാൻ വിഷ്ണുപദം അവാപ്നോതി ഭയശോകാദി വർജിത. ആരാണോ ഭഗവത്ഗീത ദിവസവും പഠിക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഭയവും ശോകവും സ്വാഭാവികമായിട്ടും ഇല്ലാതാകാം. ഇതാണ് നമ്മൾക്ക് വേണ്ടത്, അല്ലെ? ഇതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഭയമില്ലാതെ നമ്മൾക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാൻ സാധിക്കണം. സമാധാനമില്ലെങ്കിൽ സുഖമില്ല, അല്ലെ? സുഖം അനുഭവിക്കണമെങ്കിൽ ആദ്യം സമാധാനം വേണം. അതിന് ഭഗവത്ഗീത നമ്മളെ വളരെയധികം സഹായിക്കും എന്ന് ഗ്യാരണ്ടി നൽകുകയാണ്. പിന്നീട് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ഗീതാധ്യയനശീലസ്യ പ്രാണായാമ പരസ്യച്ച നൈവ സന്ധിഹി പാപാനി പൂർവജന്മ കൃതാനിച്ച. ദിവസവും ഭഗവത്ഗീത വായിക്കുന്ന ഒരു വ്യക്തിയെ പൂർവകർമ്മങ്ങൾ ബാധിക്കുന്നില്ല. അല്ലെ? പൂർവകാലത്ത് പണ്ടുകാലത്ത് നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മ ദോഷങ്ങളാണ് നമ്മളെ ഇപ്പോൾ അലട്ടുന്നത്. അത് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നു. പല രീതിയിൽ വരാം. ദുഃഖമായിട്ട് വരാം, അസുഖമായിട്ട് വരാം, മനസ്സിനുള്ള പ്രശ്നങ്ങളായിട്ട് വരാം, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളായിട്ട് വരാം. പല രീതിയിൽ ഇത് നമ്മളെ ബാധിക്കുന്നു. അപ്പോൾ ഭഗവത്ഗീത ദിവസവും വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ നേരിട്ട് ശരണം പ്രാപിക്കുകയാണ്. ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ആ പാപങ്ങളൊന്നും നമ്മളെ വീണ്ടും ബാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ ശ്ലോകത്തിൽ മലിനേ മോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ സകൃത് ഗീതാമൃത സ്നാനം സംസാരം അലനാശനം. നമ്മൾ ദിവസവും കുളിക്കാറുണ്ട്, അല്ലെ? മലയാളികൾ പ്രത്യേകിച്ചും എന്തായാലും കുളിക്കും. 2 നേരം മിനിമം നമ്മൾ കുളിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ശരീരം ശുദ്ധിയാക്കുന്നതിന് വേണ്ടി. കുറച്ച് ദിവസം കുളിച്ചില്ലെങ്കിൽ, 2 ദിവസം കുളിച്ചില്ലെങ്കിൽ ഉള്ള അവസ്ഥ നമ്മൾക്കറിയാം, അല്ലെ? വലിയ ദുർഗന്ധമായിരിക്കും. മറ്റുള്ളവർക്ക് നമ്മുടെ അടുത്ത് കൂടെ പോകാൻ സാധിക്കില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും എന്നാണ് പറയുന്നത്. ശരീരത്തിനെ കുളിപ്പിച്ചില്ലെങ്കിൽ ഏതുപോലെയാണോ ദുർഗന്ധം ഉണ്ടാകുന്നത്, അതേപോലെ തന്നെ നമ്മളെ മനസ്സിലേക്കും ഒരുപാട് മാലിന്യങ്ങൾ കയറി വരുന്നുണ്ട്. നമ്മൾ കേൾക്കുന്ന വസ്തുക്കൾ, നമ്മൾ കാണുന്ന വസ്തുക്കൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിനെ ബാധിക്കും. അവിടെയും ആ മാലിന്യം അടിഞ്ഞുകൂടും. അതിനെ എങ്ങനെ വൃത്തിയാക്കും എന്നാണ്. മലിനേ മോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ. ശരീരത്തിനെ എങ്ങനെ വൃത്തിയാക്കാം? ജലസ്നാനം ചെയ്താൽ മതി, ജലം കൊണ്ട് ശുദ്ധിയാക്കിയാൽ മതി. അപ്പോൾ ഫ്രഷാവും, ശുദ്ധിയാകും. പക്ഷെ അനേക കാലമായിട്ട് അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് എങ്ങനെ ശുചീകരിക്കാം എന്നാണ് ഇവിടെ ഭഗവത്ഗീതയിൽ പറയുന്നത്. സകൽ ഗീതാമൃത സ്നാനം സംസാരം അലനാശനം. ഗീതാമൃതത്തിൽ സ്നാനം ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഭഗവത്ഗീതയാകുന്ന അമൃതത്തിൽ ഭഗവാന്റെ വാക്കുകൾ അമൃതമാണ്. അതൊരിക്കലും നശിക്കാത്തതാണ്. അതുകൊണ്ടാണ് അമൃതം എന്ന് പറയുന്നത്. ആ ഭഗവത്ഗീതാമൃതത്തിൽ സ്നാനം ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലുള്ള മാലിന്യങ്ങളെല്ലാം ഇല്ലാതാകുമെന്നാണ് പറയുന്നത്. മനസ്സിൽ മാലിന്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് സന്തോഷിക്കാൻ സാധിക്കുകയില്ല. മനസ്സിൽ വിദ്വേഷം, വെറുപ്പ്, കോപം, കാമം ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും സമാധാനം, സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നില്ല. അത് നമ്മൾക്ക് തന്നെയാണ് ദോഷം, അല്ലെ? അപ്പോൾ ആ മാലിന്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് സകൃത് ഗീതാമൃത സ്നാനം, ഭഗവത്ഗീത അമൃതം, ഭഗവത്ഗീത ശ്ലോകങ്ങൾ ദിവസം ചൊല്ലുക, ഭഗവത്ഗീത കേൾക്കുക, ഭഗവത്ഗീത പഠിക്കുക, ഭഗവത്ഗീത ചർച്ച ചെയ്യുക, ഭഗവത്ഗീത വായിക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ മനസ്സ് ശുദ്ധമായിട്ട് മാറും. ശുദ്ധമായിട്ടുള്ള മനസ്സിൽ നമ്മൾക്ക് പ്രസന്നത അനുഭവപ്പെടും. മനസ്സിൽ വളരെയധികം സന്തോഷം, സമാധാനം നമ്മൾക്ക് അനുഭവപ്പെടും എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾക്ക് വളരെയധികം അത്യാവശ്യമുള്ള കാര്യമാണ്. ഗീതാ സുഗീത 4ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? ഗീതാ സുഗീത കർത്തവ്യ കിമന്നേ ശാസ്ത്രവിസ്തരേ യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാ വിനിസൃത. ഗീതാ സുഗീത, ഈ ഭഗവത്ഗീത വളരെ മനോഹരമായിട്ട് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ്. ഓരോ ശ്ലോകവും ഭഗവത്ഗീതയിലെ എല്ലാ ശ്ലോകങ്ങളും തമ്മിൽ ബന്ധമുണ്ട്. ഭഗവാൻ വളരെ ക്രമമായിട്ട് നമ്മൾക്ക് ഈ ശാസ്ത്രം പറഞ്ഞു തന്നിട്ടുണ്ട്. ആദ്യം എന്താണോ പറയേണ്ടത്, അങ്ങനെ ക്രമേണ നമ്മളെ ആത്മീയമായിട്ടുള്ള ബോധത്തിലേക്ക്, ഭഗവാനെ കുറിച്ചുള്ള അറിവിലേക്ക് നമ്മളെ ഉണർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതാണ് സുഗീത. വളരെ മനോഹരമായിട്ട് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കിമന്നേ ശാസ്ത്രവിസ്തരേ. അപ്പോൾ ഈ ഭഗവത്ഗീത പഠിക്കുന്നവർക്ക് മറ്റു ശാസ്ത്രങ്ങൾ പഠിക്കേണ്ട ആവശ്യം എന്താണ്? ഒരാവശ്യവുമില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാ വിനിസൃത.
ഇത് നേരിട്ട് ഭഗവാന്റെ മുഖാരവിന്ദത്തിൽ നിന്നും വന്നിട്ടുള്ളതാണ്. വേദങ്ങൾ എവിടെ നിന്ന് വന്നിട്ടുള്ളതാണ്? ഭഗവാന്റെ ശ്വാസത്തിൽ നിന്നും വന്നിട്ടുള്ളതാണ് വേദങ്ങൾ. ഭഗവത്ഗീത എവിടെ നിന്ന് വന്നിട്ടുള്ളതാണ്? ഭഗവാൻ ഇവിടെ അവതരിച്ച സമയത്ത് നേരിട്ട് ഭഗവാന്റെ മുഖാരവിന്ദത്തിൽ നിന്നും വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഏറ്റവും ഉന്നതമായിട്ടുള്ള ശാസ്ത്രമാണ് ഭഗവത്ഗീത. അതിൽ നമുക്ക് എല്ലാ അറിവുകളും ലഭിക്കുമെന്നാണ് പറയുന്നത്. ആത്മീയമായിട്ടുള്ള ജ്ഞാനം, ഈശ്വരജ്ഞാനം, പ്രകൃതിയെക്കുറിച്ചുള്ള ജ്ഞാനം, നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള ജീവിതചര്യകളെ കുറിച്ചുള്ള ജ്ഞാനം, അതേപോലെ വ്യത്യസ്ത യോഗശാസ്ത്രങ്ങൾ, ഇതെല്ലാം ഭഗവത്ഗീതയിൽ വിശദീകരിക്കുന്നുണ്ട്. മനഃശാസ്ത്രം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഭഗവത്ഗീതയിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരമാണ് ഭഗവത്ഗീത എന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം പറയുന്നത്, ഭാരതാമൃത സർവസ്വം വിഷ്ണുവത്രാദിവിനിശ്രിതം ഗീതാ ഗംഗോദകം പീത്വാ പുനർജന്മ ന വിദ്യതേ. ഭാരതാമൃത സർവസ്വം എന്നാണ് പറയുന്നത്. ഭാരതം എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? മഹാഭാരതമാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെ? മഹാഭാരതം വ്യാസദേവൻ തന്നെ എഴുതിയിട്ടുള്ളതാണ്. വേദങ്ങളെല്ലാം രചിച്ച് അതേ വ്യാസദേവൻ, ഭഗവാന്റെ അവതാരമായിട്ടുള്ള വ്യാസദേവൻ രചിച്ചിട്ടുള്ളതാണ് മഹാഭാരതം. സാധാരണ ആളുകൾക്ക് വേദങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചമവേദം എന്ന് അറിയപ്പെടുന്ന മഹാഭാരതം വ്യാസദേവൻ രചിച്ചിട്ടുള്ളത്. പഞ്ചമവേദം എന്നാണ് മഹാഭാരതത്തിന് പറയുന്നത്, മഹാഭാരതം അറിയപ്പെടുന്നത്. അപ്പോൾ മഹാഭാരതം മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വേദങ്ങളിൽ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് സാധാരണ വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മഹാഭാരതം രചിച്ചു. മഹാഭാരതം പക്ഷേ വളരെ വലിയ ഗ്രന്ഥമാണ്, അല്ലെ? അതിൽ എത്ര ശ്ലോകമുണ്ടോ? 1.5 ലക്ഷത്തിലധികം ശ്ലോകമുണ്ട്. അത് ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല. അതിന്റെ മുഴുവൻ സാരം ഈ ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഭഗവത്ഗീതയാണ് മഹാഭാരതത്തിന്റെ സാരം എന്ന് പറയുന്നത്. ഈ ഭാരതാമൃത സർവസ്വം, മഹാഭാരതത്തിൽ വർണ്ണിച്ചിട്ടുള്ള എല്ലാ ശാസ്ത്രങ്ങളും ഭഗവത്ഗീതയിൽ നമുക്ക് സൂത്രരൂപത്തിൽ കാണാൻ സാധിക്കും. ഗീതാ ഗംഗോദകം പീത്വാ പുനർജന്മ ന വിദ്യതേ. അങ്ങനെയുള്ള ഭഗവത്ഗീത ഇവിടെ ഗംഗാ നദിയോടാണ് ഉപമിച്ചിട്ടുള്ളത്. ഭഗവാന്റെ പാദത്തിൽ നിന്ന് ഉത്ഭവിച്ചത് കൊണ്ട് ഗംഗ പുണ്യനദിയായി. ഭഗവത്ഗീതയാണെങ്കിൽ ഭഗവാന്റെ മുഖാരവിന്ദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. അതിന് ഗംഗാ നദിയെ പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തിയുണ്ട് എന്നാണ് പറയുന്നത്. ദിവസവും ഭഗവത്ഗീത വായിക്കുന്നവർക്ക് പുനർജന്മമില്ല എന്നാണ് പറയുന്നത്. ഇനി ഒരു ഭൗതിക ശരീരം എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാം. അവർക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും, അല്ലെ? ഈ ഭൗതിക ലോകം ദുഃഖമാണ് എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. ബുദ്ധിയുള്ള ആളുകൾ വീണ്ടും ഈ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരുന്നില്ല എന്നാണ് പറയുന്നത്. അവർ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഭഗവത്ഗീത ദിവസവും വായിക്കുന്നവർക്ക് പുനർജന്മമില്ല എന്ന് പറയുന്നു. ഇനി ഭഗവത്ഗീതയെ എല്ലാ ഉപനിഷത്തിന്റെ സാരമായിട്ടും പറയുന്നുണ്ട്. ഇപ്പോൾ മഹാഭാരതത്തിന്റെ സാരമായിട്ട് പറഞ്ഞു, അതേപോലെ എല്ലാ ഉപനിഷത്തുകളുടെയും സാരം കൂടിയാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. സർവോപനിഷദോ ഗാവോ ദോക്ത ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹതം. എല്ലാ ഉപനിഷത്തുകളെയും ചേർത്ത് വെച്ച് ഒരു പശുവായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ, മറ്റൊരു ഉപമയുണ്ട്. എല്ലാ ഉപനിഷത്തുകളെയും എല്ലാ വേദങ്ങളെയും ചേർത്ത് ഒരു വൃക്ഷമായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ, വേദവൃക്ഷം, ആ വേദവൃക്ഷത്തിന്റെ പുഷ്പങ്ങളാണ് ഉപനിഷത്തുകൾ എന്നാണ് പറയുന്നത്. വേദമാകുന്ന വൃക്ഷത്തിൽ ഉണ്ടായിട്ടുള്ള പുഷ്പങ്ങളാണ് ഉപനിഷത്തുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ഉപനിഷത്തുകളുണ്ട്? ധാരാളം ഉപനിഷത്തുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 108 ഉപനിഷത്തുകളാണ്. ആ ഉപനിഷത്തുകളെല്ലാം നമ്മൾക്ക് ആത്മീയമായിട്ടുള്ള ജ്ഞാനം നൽകുന്നതാണ്. അപ്പോൾ ഭഗവത്ഗീതയെ കുറിച്ച് എന്താണ് പറയുന്നത്? സർവോപനിഷത്തോ, എല്ലാ ഉപനിഷത്തുകളും ചേർന്നതാണ് ഭഗവത്ഗീത. ആ വേദവൃക്ഷത്തിലെ എല്ലാ പുഷ്പങ്ങളും പറിച്ചെടുത്ത് അതെല്ലാം കോർത്ത് ഒരു മാല ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ മാലയാണ് ഭഗവത്ഗീത. കാരണം എല്ലാ ഉപനിഷത്തിന്റെയും സാരം ഈ ഭഗവത്ഗീതയിലുണ്ട്. ഇവിടെ പറയുന്നത് എന്താണ്?
എല്ലാ ഉപനിഷത്തുകളും ചേർത്ത് ഒരു പശുവിന്റെ രൂപത്തിൽ നമ്മൾ കണക്കാക്കി കഴിഞ്ഞാൽ, എല്ലാ ഉപനിഷത്തിനെയും ചേർത്ത് ഒരു പശുവായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ, സർവോപനിഷദോ ഗാവോ ദുഗ്ധ ഗോപാലനന്ദന പാർത്ഥോ വത്സസുധീർ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. പശുക്കുട്ടി ആരാണ്? പശുക്കുട്ടി പാർത്ഥനാണ്, അർജുനനാണ്, അല്ലെ? അങ്ങനെ പറയാൻ കാരണം എന്താണ്? പശു എപ്പോഴാണ് പാൽ ചുരത്തുന്നത്? പശുക്കിടാവ് അടുത്ത് വരുന്ന സമയത്താണ്, പാൽ കുടിക്കാൻ അങ്ങനെ വന്ന് അകിടിൽ അങ്ങനെ മുട്ടി നിൽക്കുന്ന സമയത്താണ് പശു പാൽ ചുരത്തുന്നത്. അതേപോലെ അർജുനൻ ഭഗവാനോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ചോദ്യങ്ങൾ ചോദിച്ച് ആ ഭഗവത്ഗീതാമൃതം ഭഗവാനിൽ നിന്നും ചുരത്തുന്നു. അപ്പോൾ പാർത്ഥനെ, അർജുനനെ ഇവിടെ പശുക്കുട്ടിയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പാർത്ഥോ വത്സസുധീ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. ആ പശുവിൽ നിന്ന് വരുന്ന പാലാണ് അമൃത തുല്യമായിട്ടുള്ള ഭഗവത്ഗീത എന്ന് പറയുന്നത്. അതാരാണ് സേവിക്കുന്നത്? അതാരാണ് സ്വീകരിക്കുന്നത്? എല്ലാവരും ഭഗവത്ഗീത കേൾക്കാൻ തയ്യാറാകുന്നില്ല. എല്ലാവർക്കും ഭഗവത്ഗീതയിൽ താല്പര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അല്ലെ? ആർക്കാണ് താല്പര്യം ഉണ്ടാകുന്നത്? ആരാണ് ഗീതാമൃതം രുചിക്കുന്നത് എന്ന് ഇവിടെ പറയുന്നുണ്ട്. ദുഗ്ധം ഗീതാമൃതം മഹത്ത്. മഹത്തുക്കളാണ്, വിശാല മനസ്കരായിട്ടുള്ള, ശുദ്ധബോധമുള്ള മഹത്തുക്കളാണ്. പൂർവജന്മത്തിൽ ഒരുപാട് തപസ്സുകളൊക്കെ ചെയ്തു, പൂർവജന്മത്തിൽ ഒരുപാട് യജ്ഞങ്ങളൊക്കെ ചെയ്തു, പൂർവജന്മത്തിൽ ഒരുപാട് വേദപഠനമൊക്കെ നടത്തി, അങ്ങനെ ശുദ്ധ ഹൃദയമുള്ള മഹത്തുക്കളാണ് ഈ ഭഗവത്ഗീത ശ്രവിക്കാൻ വേണ്ടി വരുന്നത്. അവർ സാധാരണ വ്യക്തികളല്ല, അവർ ശുദ്ധ ഹൃദയമുള്ള മഹത്തുക്കളാണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദുഗ്ധം ഗീതാമൃതം മഹത്ത്. ഇനി ശങ്കരാചാര്യർ എടുത്തു പറയുന്ന ഒരു ശ്ലോകമുണ്ട് ഭഗവത്ഗീതയെ കുറിച്ച്. ഏകം ശാസ്ത്രം ദേവകീപുത്ര ഗീതം ഏകോ ദേവോ ദേവകീപുത്രയേവ. ഏകം ശാസ്ത്രം. കലിയുഗത്തിൽ നമ്മൾക്ക് ഒരുപാട് ശാസ്ത്രങ്ങളൊന്നും പഠിക്കാനുള്ള സമയമില്ല. കാരണം എന്താണ്? നമ്മൾക്ക് വലിയ തിരക്കാണ്. കലിയുഗത്തിൽ മനുഷ്യന് ആയുസ്സും കുറവാണ്, അല്ലെ? അല്പായുസ്സുക്കളാണ് കലിയുഗത്തിൽ. അതുകൊണ്ട് എല്ലാ വേദങ്ങളും പഠിക്കാനുള്ള സമയമില്ല. മാത്രമല്ല അതിനുള്ള അവസരവുമില്ല. പണ്ടത്തെ കാലത്തെ പോലെ ഗുരുകുല സമ്പ്രദായമൊന്നുമില്ല. കലിയുടെ ആ ആധിപത്യം കൊണ്ട് അങ്ങനെയുള്ള സമ്പ്രദായമെല്ലാം ഇല്ലാതായിപ്പോയി. അപ്പോൾ നമ്മൾക്ക് പഠിക്കാൻ മുന്നിലുള്ള ഒരു ശാസ്ത്രം ഏതാണ്? ഭഗവത്ഗീതയാണ് നമ്മൾക്ക് പഠിക്കാനുള്ള ശാസ്ത്രം. അത് പഠിച്ചാൽ തന്നെ മുഴുവൻ വേദങ്ങളും പഠിക്കുന്നതിന്റെ ഫലം നമ്മൾക്ക് ലഭിക്കും. അതുകൊണ്ട് ശങ്കരാചാര്യർ ഇന്നത്തെ കാലത്തെ ജനങ്ങൾക്ക് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ള ഗ്രന്ഥം ഏതാണ്? ഏകം ശാസ്ത്രം ദേവകീപുത്ര ഗീതം. ദേവകീപുത്ര ഗീതം ഏതാണ്? ദേവകീപുത്രൻ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഭഗവാന്റെ വാക്കുകളായതുകൊണ്ട് അത് ഗീതമാണ്, അല്ലെ? സുഗീത. ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് വളരെ മധുരമായിട്ടാണ്. അതുകൊണ്ട് അതിന് ഗീതം എന്ന് പറയുന്നത്. ഏകം ശാസ്ത്രം ദേവകീപുത്ര ഗീതം ഏകോ ദേവോ ദേവകീപുത്രയേവ. ഏറ്റവും ഉന്നതനായിട്ടുള്ള ഭഗവാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണെന്നാണ് പറയുന്നത്? ദേവകീപുത്രയേവ. ശങ്കരാചാര്യ പറയുന്നു ദേവകീപുത്രനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് പരമപുരുഷൻ. ഏകോ ദേവം. നമ്മൾക്ക് ഒരുപാട് ദേവതമാരെ ആരാധിക്കാൻ സാധിക്കില്ല. പക്ഷെ ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞാൽ എല്ലാ ദേവീദേവന്മാരെയും ഒരുമിച്ച് തൃപ്തമാക്കാൻ തൃപ്തിപ്പെടുത്താൻ നമ്മൾക്ക് സാധിക്കും. അതുകൊണ്ട് ഏകോ ദേവോ ദേവകീപുത്രയേവ ഏകോ മന്ത്രത്തസ്യ നാമാനിയാനി. നമ്മൾക്ക് എന്തെങ്കിലും നാമം ജപിച്ച് ഉയരണം, നമ്മൾക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണം, നമ്മൾക്ക് ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ ഉയരണം, ജീവിതത്തിൽ വിജയം ഉണ്ടാകണം, അതിന് ഏതെങ്കിലും നാമത്തെ ശരണം പ്രാപിക്കണം എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ആ നാമം ഏതാണ്? അല്ലെങ്കിൽ ആ മന്ത്രം എന്താണ്? നമ്മുടെ വിജയ മന്ത്രം എന്താണ്? അത് ഭഗവാന്റെ നാമം തന്നെയാണ്. ഏകോ മന്ത്ര തസ്യ നാമാനിയായി. ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ അത് വേദങ്ങളിലുള്ള എല്ലാ മന്ത്രം ജപിക്കുന്നതിനും തുല്യമാണ്. കാരണം എന്താണ്? എല്ലാ വേദങ്ങളും സ്തുതിക്കുന്നത് ഭഗവാനെയാണ്. പ്രണവ സർവവേദേഷു എന്ന് ഭഗവാൻ പറയുന്നത്. വേദങ്ങളിൽ എല്ലാ സ്തുതികളും ആരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്? വാസുദേവ പരോവേദ എന്ന് ഭാഗവതത്തിലും പറയുന്നുണ്ട്. ഭഗവാൻ വാസുദേവനെയാണ് എല്ലാ വേദങ്ങളും സ്തുതിക്കുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കുന്നത് എന്തിനു തുല്യമാണ്?
എല്ലാ മന്ത്രങ്ങളും ജപിക്കുന്നതിന് തുല്യമാണ്. ഏകോ മന്ത്ര തസ്യ നാമാനിയാനി. അപ്പൊ ഒരുപാട് മന്ത്രങ്ങൾ നമ്മൾ മാറി മാറി പരീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ നാമം ജപിച്ചാൽ മതി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അതുകൊണ്ട് ഈ മന്ത്രത്തിന് എന്തെന്ന് പറയും? മഹാമന്ത്രം എന്ന് പറയും. എല്ലാ മന്ത്രങ്ങളും ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഇതിനെ മഹാമന്ത്രം എന്നാണ് പറയുന്നത്. ഏകോ മന്ത്ര തസ്യ നാമാനിയാനി കർമാഭ്യേകം തസ്യ ദേവസ്യ സേവ. നമ്മുടെ ഒരു ചോദനയാണ്, നമ്മൾക്ക് തൃപ്തി കിട്ടുന്ന ഒരു കാര്യമാണ്, എന്തെങ്കിലും സേവനം ചെയ്യണം, അല്ലെ, മറ്റുള്ളവരെ സഹായിക്കണം, എന്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടാകണം, മറ്റുള്ളവർക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവർത്തിക്കണം എന്ന് നമ്മൾക്ക് തോന്നാറുണ്ട്. അപ്പോഴാണ് നമ്മൾക്ക് ഒരു സംതൃപ്തി ലഭിക്കുന്നത്. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് സേവനം ചെയ്യേണ്ടത് എന്നിവിടെ വ്യക്തമാക്കുന്നുണ്ട്. കർമാഭ്യേകം തസ്യ ദേവസ്യ സേവ. ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ദേവകി നന്ദനന് വേണ്ടി തന്നെയാണ് നമ്മുടെ സേവനം സമർപ്പിക്കേണ്ടത്. ഭഗവാനെ സേവിച്ചാൽ എല്ലാവരെയും സേവിക്കുന്നതിന് തുല്യമാണ്, അല്ലെ? ഇന്ന് നമ്മൾ നേരെ തലതിരിച്ചാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് മാത്രം. ആളുകൾ ഗുരുപരമ്പരയിൽ നിന്ന് കേൾക്കാതെ സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കുന്നത് കൊണ്ട് അവർ നേരെ തലതിരിച്ച് പറയും, അല്ലെ? എന്താണ് മാനവസേവ മാധവസേവ എന്ന് പറയും. യഥാർത്ഥത്തിൽ അത് ശരിയാണ്. മാനവസേവ മാധവസേവ. മാധവനെ സേവിച്ചു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരെയും സേവിക്കുന്നതിന് തുല്യമാണ്. ഓരോ മനുഷ്യനെയും നമ്മൾക്ക് വേറെ വേറെ അടുത്തടുത്ത് പോയിട്ട് സേവിക്കാൻ സാധിക്കില്ല. ഭഗവാനെ സേവിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യ സമൂഹത്തിന് മുഴുവനുള്ള സേവനമായിട്ട് മാറും എന്ന് നമുക്ക് ഗുരുപരമ്പരയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാനെ സേവിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കുമുള്ള സേവനമാണ്. കാരണം എന്താണ്? എല്ലാവരും ഭഗവാന്റെ അംശമാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഗീതാ മഹാത്മ്യത്തിലെ പ്രത്യേകം ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ള, ശ്രീല പ്രഭാതർ എടുത്തു പറഞ്ഞിട്ടുള്ള 7 ശ്ലോകങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ദിവസം മുതൽ നമ്മൾക്ക് 1-ാമത്തെ അധ്യായം മുതൽ ആരംഭിക്കാം. ഗീതാ മഹാത്മ്യത്തിന്റെ പേജ് കഴിഞ്ഞ് അടുത്ത പേജിൽ ശിഷ്യ പരമ്പര കൊടുത്തിട്ടുണ്ട്. നമ്മൾ എവിടെ നിന്നാണ് ഈ ഭഗവത്ഗീത പഠിക്കുന്നത്? ഇവിടെ പറയുന്നതൊക്കെ ശരി തന്നെയാണോ, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും ഊഹങ്ങൾ ചമയ്ക്കുന്നതാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഭഗവത്ഗീത ഊഹങ്ങളിലൂടെ പഠിക്കേണ്ടതല്ല. ഭഗവത്ഗീത കൃത്യമായിട്ടുള്ള ഗുരുപരമ്പരയിലൂടെ തന്നെ പഠിക്കേണ്ടതാണ്, അല്ലെ? അതിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ, മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതിന്റെ പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ട് എവിടുന്നാണ് ഈ ഭഗവത്ഗീത വന്നിട്ടുള്ളത്, ഏത് ഗുരുപരമ്പരയിലൂടെയാണ് വന്നിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശിഷ്യ പരമ്പര എന്ന് പറഞ്ഞിട്ട് ഭഗവാനിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത്. ഭഗവാൻ ബ്രഹ്മാവിന് കൊടുത്ത ജ്ഞാനമാണ് പിന്നീട് നാരദ മഹർഷിയിലൂടെയും വ്യാസദേവനിലൂടെയും മധ്വാചാര്യരുടെ ശിഷ്യന്മാരായിട്ടുള്ള പത്മനാഭ തീർത്ഥർ, നരഹരി തീർത്ഥർ, മാധവൻ, അക്ഷോഭി തീർത്ഥർ, ജയതീർത്ഥർ, ജ്ഞാനസിന്ധു, ദയാനിധി, വിദ്യാനിധി, രാജേന്ദ്രൻ, പുരുഷോത്തമൻ, ബ്രഹ്മണ്യ തീർത്ഥർ, വ്യാസതീർത്ഥർ, ലക്ഷ്മീപതി, മാധവേന്ദ്രപുരി, ഈശ്വരപുരി, ചൈതന്യ മഹാപ്രഭു, രൂപഗോസ്വാമി, പിന്നീട് രഘുനാഥ ഗോസ്വാമി, ഇങ്ങനെയുള്ള ഷഡ്ഗോസ്വാമിമാര്, അതിനുശേഷം വിശ്വനാഥ ചക്രവർത്തി, ബലദേവ ജഗന്നാഥർ, ഭക്തി വിനോദർ, ഗൗരകിശോരർ, ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ്, അതിനുശേഷം എസ് ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദർ. എസ് ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദരാണ് ഈ ഭഗവത്ഗീത ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഇംഗ്ലീഷ് ഭാഷയിൽ രചിച്ചിട്ടുള്ളത് എസ് ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദരാണ്. ആ ഇംഗ്ലീഷ് പരിഭാഷയുടെ ഭാഷാന്തരങ്ങളാണ്, വ്യത്യസ്ത ഭാഷയിലുള്ള വിവർത്തനങ്ങളാണ് നമ്മൾക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ശീല പ്രഭുപാദർ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഭഗവത്ഗീതയുടെ മലയാളം പതിപ്പാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടുള്ള കണ്ണിവിടാതെയുള്ള ഗുരുപരമ്പരയിലൂടെയാണ് നമ്മൾ ഈ ഭഗവത്ഗീത പഠിക്കുന്നത് എന്നുള്ള പ്രത്യേകതയും ഇവിടെയുണ്ട്. ഈ ഭഗവത്ഗീതയിൽ 18 അധ്യായമാണുള്ളത്. നമ്മൾ ഗീതാസാരം ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടായിരുന്നു. 5 വിഷയങ്ങളാണ് ഭഗവത്ഗീതയിലുള്ളത് എന്നുള്ള കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഓരോ അധ്യായം നമ്മൾ ക്രമമായിട്ട് ഓരോ ശ്ലോകമായിട്ട് നമുക്ക് ചർച്ച ചെയ്ത് വായിച്ച് മനസ്സിലാക്കാനുള്ള അവസരമുണ്ട്. അവസാനം ക്ലാസ്സിന്റെ അവസാന സമയത്ത് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഈ ഒരു സംരംഭം, ഈ ഒരു ഗീതാജ്ഞാന യജ്ഞം ഒരുപാട്